ബേസിക് മാത്തമാറ്റിക്സ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മോഷൻ ലൈൻ സ്ട്രെയിറ്റ് ലൈനാണ്. പക്ഷേ അതിൻ്റെ മുമ്പേ കുറച്ച് വെക്ടറിൻ്റെ ഒരു കാര്യം. രണ്ട് വെക്ടേഴ്സ് പാരലാണ്. നമ്മൾ മാത്സ് പഠിക്കുന്ന സംഭവമാണ്. രണ്ട് വെക്ടേഴ്സ് പാരലാണ് നമുക്ക് പറയാൻ പറ്റും. എ വെക്ടർ ഇസ് ഈക്വൽ ടു ലാംഡ ടൈംസ് ബി വെക്ടർ എന്ന് എഴുതാൻ പറ്റും. വേർ എ വെക്ടർ ആൻഡ് ബി വെക്ടർ ആർ പാരലൽ ടു ഈച്ച് അതർ. ഓക്കെ, ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും രണ്ട് വെക്ടേഴ്സും ഒരേ ഡയറക്ഷനിലെന്ന് പറയാൻ പറ്റും, പാരലൽ എന്ന് പറയാൻ പറ്റും. ലാംഡ ലെസ് ദാൻ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം എ വെക്ടർ ഇസ് ഈക്വൽ ടു -1 ആയിരിച്ചോ, മൈനസ് ബി വെക്ടർ എന്ന് പറഞ്ഞാൽ എന്നാൽ ആൻറ്റി പാരലൽ. അപ്പോൾ ലാംഡ ലെസ് ദാൻ 0 ആണെങ്കിൽ രണ്ട് വെക്ടേഴ്സ് ആൻറ്റി പാരലാന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതുപോലത്തെ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഉള്ളോട്ടേക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. നേരെ എ വെക്ടർ ഡോട്ട് ബി വെക്ടർ പ്ലസ് എ വെക്ടർ ഡോട്ട് സി വെക്ടർ, ആ രീതിയിൽ. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. പിന്നെ എ വെക്ടറിൻ്റെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ നോക്കി നോക്ക്. ഇതിൻ്റെ എ ഡോട്ട് ബി, എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താ? എ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഒന്നുകൂടി എ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് 0. കോസ് 0 ബിക്കോസ് രണ്ട് വെക്ടേഴ്സ് അവർ തമ്മിൽ ആംഗിൾ 0 തന്നെ. സോ കോസ് 0 1. സോ എ സ്ക്വയർ എന്ന് പറയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ. ഇതാണെങ്കിലോ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ഒന്ന് ചെയ്ത് നോക്കാം. എ ഡോട്ട് എ പ്ലസ് എ ഡോട്ട് ബി ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എന്നിട്ട് ഒന്നുകൂടി എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് ബി, റൈറ്റ്. ഇങ്ങനെ നോക്കി നോക്കിയാൽ ഇത് എ സ്ക്വയർ ആണ്. ശരി, ഇതാണെങ്കിലോ ബി സ്ക്വയർ ആണ്. ഇതാണെങ്കിലോ 2 ടൈംസ് എ ഡോട്ട് ബി, റൈറ്റ്. 2 ടൈംസ് എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ, സ്വാഭാവികം. അങ്ങനെ ആകുമ്പോൾ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റ, റൈറ്റ്. എ ഡോട്ട് ബി, സോ 2 ടൈംസ് എ ബി കോസ് തീറ്റ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഈ ഒരു റൂട്ടും കൂടി ഉണ്ട്, നമുക്ക് പറയാൻ മാഗ്നിറ്റ്യൂഡാന്ന് പറയാൻ പറ്റും. ഇപ്പോൾ റൂട്ടില്ല, അപ്പോൾ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയറാന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ സാധനം നമ്മുടെ എ പ്ലസ് ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടല്ലോ, അല്ലെ ആ റിസൾട്ടൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ സ്ക്വയറാണ് ഈ പറഞ്ഞ സാധനം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനാണ്. രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, എയും ബിയും ഉണ്ട്. അവരുടെ റിസൾട്ടൻ്റെല്ലാം കണ്ടുപിടിക്കാൻ അറിയാം, അവരുടെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ അറിയാം. അതാണ് നമ്മൾ ഇക്വേഷൻ. ഓക്കെ, രണ്ട് വെക്ടേഴ്സ് സബ്ട്രാക്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യൽ? ഡെറിവേഷനൊക്കെ അറിയാം. ഇത് മൈനസ് ബി വെക്ടർ ആക്കും. അന്നേരം ഇത് രണ്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ആംഗിൾ ആകെ 180 മൈനസ് തീറ്റ വരും. അന്നേരം ബാക്കി നെഗറ്റീവാണ്, ഇവിടെ നെഗറ്റീവ് വരും. അത്രയേ ഉള്ളൂ വ്യത്യാസം, ബാക്കി ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ അത് ഈ ഒരു ഇക്വേഷന് രണ്ടറിഞ്ഞിരിക്കും. ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം നമുക്ക്. ഇതാ, അപ്പോൾ ഒരു ബുള്ളറ്റ് ഓഫ് മാസ് എം ഉണ്ട്. ഇതാ ഒരു ബുള്ളറ്റ് ഉണ്ട്, മാസ് എം ഉണ്ട്. അതിങ്ങനെ പോവാണ് ആദ്യം. ഓക്കെ, അതിൻ്റെ വെലോസിറ്റി എങ്ങനെ? ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? മാസ് എം ആട്ടോ. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യു ആണ്. ഓക്കെ, അതെവിടെയോ തട്ടിയിട്ട് എന്തായി? അത് ഇനീഷ്യൽ ഡയറക്ഷൻ എന്ന്, ഇനീഷ്യൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഇനീഷ്യൽ ഡയറക്ഷൻ. ഇങ്ങനെയായിരുന്നു പോകേണ്ടത്. ഇനീഷ്യൽ ഡയറക്ഷൻ എന്നത് 60 ഡിഗ്രി ഡീവിയേറ്റ് ചെയ്ത് തട്ടിയിട്ട്. ശരി, അപ്പോൾ അതിൻ്റെ വെലോസിറ്റി വി ആയിട്ട് മാറിയിട്ടുണ്ട്. ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇമ്പൾസ് ആക്ടിംഗ് ഓൺ ദി ബുള്ളറ്റ്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ്. സോ എം വി മൈനസ് എം യു ആണ്. എന്ന് വെച്ചാൽ എം കോമൺ എടുക്കുക, വി വെക്ടർ മൈനസ് യു വെക്ടർ ചെയ്തതിന് ഇമ്പൾസ് കിട്ടും. അപ്പോൾ ദാറ്റ് മീൻസ് 2 വെക്ടേഴ്സിൻ്റെ മൈനസ് സബ്ട്രാക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം ഇനീഷ്യൽ വെലോസിറ്റി ഇങ്ങനെയാണുള്ളത്. ഇതാണ് വി, ഇതാണ് യു. അവർ തമ്മിലുള്ള ആംഗിൾ എത്ര? 60 ഡിഗ്രി ആണോ? ആണ്, സ്വാഭാവികമായിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് വെക്ടേഴ്സ് വി വെക്ടർ മൈനസ് യു വെക്ടർ എങ്ങനെ കണ്ടെത്തും? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടെത്താം? മാഗ്നിറ്റ്യൂഡ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല എങ്ങനെ കണ്ടെത്താൻ. റൂട്ട് ഓഫ് എം ഇവിടെ വേണം. റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ മൈനസ് 2 വി യു, റൈറ്റ്. കോസ് തീറ്റ കോസ് 60 എന്ന് പറഞ്ഞാൽ ഓക്കെ 1/2 ആണ്. സോ അതങ്ങോട്ട് ക്യാൻസലായി. 1/2 അവിടെ നിന്ന് ക്യാൻസലായി 2 ആയി. അപ്പോൾ ഇതാണ് ഉത്തരം. ഓക്കെ, ഉത്തരം നോക്കട്ടെ, അത് തന്നെയല്ലേ? കറക്റ്റാണ്. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാ നമ്മളിവിടെ ഒരു ബോൾ ഉണ്ട്. ആ ബോൾ 10 മീറ്റർ സെക്കൻഡിൽ നമ്മൾ താഴോട്ടേക്ക് ഇടുകയാണ്. ശരി, അത് കുറച്ച് പോയി. ഇതിൻ്റെ ഹൈറ്റ് എച്ച് ആട്ടോ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ വി ഫൈനൽ തന്നിട്ടുണ്ട്, 10√3 മാഗ്നിറ്റ്യൂഡാണ് തന്നിട്ടുള്ളത്. ശരി, നമ്മളിവിടെ എന്താണ് പറഞ്ഞത്? വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ. അപ്പോൾ ആയിരിക്കും ഓക്കെ, ഞാൻ മാഗ്നിറ്റ്യൂഡ് കിട്ടിയപ്പോൾ 2√3 മൈനസ് 10 എഴുതിക്കാൻ ഉത്തരം ശരിയാവും. അപ്പോഴേ തെറ്റി കേട്ടോ, കംപ്ലീറ്റ് തെറ്റി. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ മൈനസ് ചെയ്തിട്ടുള്ളത് സ്പീഡിനാണ്. നമ്മളോട് വെക്ടർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? രണ്ട് വെക്ടേഴ്സ് സബ്ട്രാക്ട് ചെയ്ത് വേറെ വെക്ടർ കിട്ടുക. ഇപ്പോൾ നമ്മൾ രണ്ട് സ്പീഡിനാണ് മൈനസ് ചെയ്തത്. അങ്ങനെ ചെയ്യാൻ പറ്റൂല. നമ്മൾ ആദ്യം രണ്ട് വെക്ടേഴ്സിനെ മൈനസ് ചെയ്യുക, എന്നിട്ട് മാഗ്നിറ്റ്യൂഡ് എടുക്കണം. അതാണ് പരിപാടി. അങ്ങനെ ആകുമ്പോൾ ഇനീഷ്യലായിട്ടുള്ള വി ഫൈനൽ എന്തെന്നാ? 10√3 മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ഐ ക്യാപ്പ് ബിക്കോസ് എക്സ് ആക്സിസ്. ഇനി മൈനസ് വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ എന്നല്ലേ. ഇനി ഇതാണെങ്കിലോ മൈനസ് ഇതിൻ്റെ ഡയറക്ഷൻ എന്താ? 10 മൈനസ് ജെ ക്യാപ്പ്, റൈറ്റ്. സോ മൈനസ് 10 ജെ ക്യാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാക്സ് മൈനസ് ആയി. അപ്പോൾ 10√3 ഐ ക്യാപ്പ് പ്ലസ് 10 ജെ ക്യാപ്പ് എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ചേഞ്ച് ഇൻ വെലോസിറ്റി. ഓക്കെ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇനി കണ്ടെത്തണമെങ്കിൽ എന്താണ്? റൂട്ട് ഓഫ് അപ്പോൾ 20 ക്രോസ് പ്രൊഡക്റ്റും കാര്യങ്ങളും നമ്മൾ റൊട്ടേഷനിൽ പഠിക്കും. ഡിഫറൻസിയേഷൻ, ഇൻറ്റഗ്രേഷൻ, കൈനമാറ്റിക്സ് പഠിക്കും. അപ്പോൾ മെക്കാനിക്സിൻ്റെ കുറച്ച് കാര്യങ്ങളുള്ളത്. നമുക്ക് കൈനമാറ്റിക്സ് നോക്കാം അല്ലേ. കൈനമാറ്റിക്സിൽ ആദ്യം ഒന്ന് പഠിക്കാനുള്ള റെസ്റ്റ് ആൻഡ് മോഷനാണ്. ഒരു ബോഡി ആക്ച്വലി റെസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവുക. അപ്പോൾ എൻ്റെ കയ്യിലൊരു ബോൾ ഉണ്ട് വിചാരിച്ചോ. എൻ്റെ കയ്യിലൊരു ബോൾ ഉണ്ട്, അല്ലെങ്കിൽ പൊട്ടിയുടെ ഒരു ബോൾ ഉണ്ട്. അത് റെസ്റ്റിൽ നമ്മൾ വിചാരിക്കും. പക്ഷേ ഒരു വണ്ടിയുണ്ട്, ഒരു സൈക്കിളുകാരനുണ്ട്,
അതിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അയാളെ സംബന്ധിച്ചിട്ട് ഈ ബോൾ ലെഫ്റ്റോട്ടേക്ക് പോകുന്നതല്ലേ തോന്നാൻ ശരിയല്ല. അപ്പം ഈ പറഞ്ഞ റെസ്റ്റ് മോഷൻ കംപ്ലീറ്റ്ലി റിലേറ്റീവ് ആണ്. അത് ഒരിക്കലും അബ്സല്യൂട്ട് ആയിട്ട് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദി ഫ്രെയിം ഓഫ് ഒബ്സർവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതൊക്കെ വളരെ ബേസിക് ടേംസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ ആയിട്ടുള്ള പാത്ത് ലെങ്ത് ആണ്. അതെപ്പോഴും കൂടിക്കൊണ്ടേ വെക്കും, അതിങ്ങനെ കുറയൂല. പോരായിട്ട് ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഡിസ്റ്റൻസ് എന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇത്രയും ഇൻഫോർമേഷൻസ്. പിന്നെ ഡിസ്റ്റൻസ് കംപ്ലീറ്റ്ലി പാത്ത് ഡിപ്പെൻഡ് ആണ്. നമ്മൾ പാത്തിൽ കുറേ കുണ്ടും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ പാത്ത് ലെങ്ത്തും കൂടും. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ചേഞ്ച് ഇൻ പൊസിഷനാണ്. കറക്റ്റ് പൊസിഷൻ്റെ ചേഞ്ചിനാണ് പറയുക, പൊസിഷൻ വെക്ടറിൻ്റെ ചേഞ്ചിനാണ്. വെറും പൊസിഷൻ അല്ല, പൊസിഷൻ വെക്ടറിൻ്റെ ചേഞ്ച്. പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിന് ആയിട്ട് ബേസ് ചെയ്തിട്ട് ഒറിജിനിൽ നിന്ന് ഏതൊരു പോയിന്റ് ഉണ്ടല്ലോ, അല്ല ഏതെങ്കിലും ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ആ പൊസിഷനിലേക്ക് ഇങ്ങനെ വരക്കുന്ന ആ വെക്ടറാണ് നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് പറയാൻ. നമ്മൾ വെക്ടേഴ്സ് പഠിച്ചിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുത്തന് പൊസിഷൻ വെക്ടർ ഉണ്ട്, ഒരുത്തന് ഈ ഒരു പോയിന്റിലാണ്, വേറൊരുത്തന് പോയിന്റിലാണ്. അപ്പോൾ ഇവനൊരു പൊസിഷൻ വെക്ടർ ഉണ്ട്, ഇവന് വേറൊരു പൊസിഷൻ വെക്ടർ ഉണ്ട്. രണ്ട് പൊസിഷൻ വെക്ടേഴ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൊസിഷൻ വെക്ടർ ഇപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ വെക്ടർ മൈനസ് ഈ വെക്ടർ നമുക്ക് എന്തിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കുറയാൻ പറ്റും, അത് കൂടാൻ പറ്റും, അത് നെഗറ്റീവ് വരാനും പറ്റും. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ ഉണ്ട്, ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. എങ്ങനെയാണ് കുറയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുത്തിന് ഇവിടുന്ന് പുറപ്പെട്ട് ഓക്കെ ഇവിടെത്തി, എന്നിട്ട് ഓൻ തിരിച്ച് ഇവിടത്തേക്ക് എത്തി. അപ്പോൾ അവൻ്റെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണല്ലോ. അപ്പോൾ അവൻ്റെ വെക്ടർ സെയിം, അപ്പം അവന് ക്യാൻസൽ ആയി പോകും. ഇപ്പോൾ 0 ആയിരിക്കും. ഇപ്പോൾ കുറയാനും പറ്റുമല്ലോ. ഒരുത്തിന് ഇങ്ങനെ ഇങ്ങോട്ട് പോയി, അവൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടി, അവൻ കുറച്ച് ഇങ്ങോട്ട് വന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് കുറയുമല്ലോ. ഇത്ര തന്നെ. ഇവിടെ നോക്കിയാൽ എ പോയിന്റ് ബി പോയിന്റ് ഉണ്ട്, അവരുടെ പൊസിഷൻ വെക്ടറാണ് 2 3 4. ഇത് സംഭവിച്ചാൽ കോർഡിനേറ്റ്സ് തന്നെയാണ്. ഐ ക്യാപ്പ് ജെ ക്യാപ്പിൽ എഴുതി കഴിഞ്ഞാൽ പൊസിഷൻ വെക്ടറായിട്ട് വരാൻ റൈറ്റ്. ബിയുടെയും തന്നിട്ടുണ്ട്. 3 പാത്ത് ഉണ്ട്, 2 പോയി, 1 പോയി, 3 പോയി. 2 പോയതാണ് ആക്ച്വലി എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഡിസ്പ്ലേസ്മെൻറ്റ് ആക്ച്വലി വെക്ടറാണ്. അതിന് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 - 2 4 ഐ ക്യാപ്പ്, 7 - 3 4 ജെ ക്യാപ്പ്, 6 - 4 2 കെ ക്യാപ്പാണ്. അതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ഓക്കെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? √4² + 4² + 2² ചെയ്താൽ കിട്ടും റൈറ്റ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം 2 പോയിൻറ്റ്സ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ ഇത് ഇനി ഒന്നാമത്തെ പാത്തിൽ പോയിന് ഒരാൾ, രണ്ടാമത്തെയും മൂന്നാമത്തെയും പാത്ത് പോയിന്. ഒന്നാമത്തെ പാത്ത് പോയ ആളുടെ ഇതെന്താണ്? അയാളുടെ ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ് അല്ലേ. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതെപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് റൈറ്റ്. എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഡിസ്റ്റൻസ് ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് എഴുതിയാൽ ശരിയാണോ ഇല്ലയോ? അല്ല, അതിനെ മാഗ്നിറ്റ്യൂഡായിട്ട് എഴുതി കഴിഞ്ഞാൽ ശരിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഡിസ്റ്റൻസ് നോക്കി. ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇങ്ങനെ കുറേ വഴി, അത് ഒരിക്കലും കുറയില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് കുറയാം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് വൈസ് മേ ബി ഈക്വൽ ആവുക അല്ലെങ്കിൽ ഈക്വൽ ആവാണ്ടിരിക്കാം. പക്ഷേ ഡിസ്റ്റൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അധികം കേസിൽ അല്ലേ. എപ്പോഴാണ് ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആവുന്നത്? നമ്മുടെ ബോഡി സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് തന്നെ ആക്ച്വലി മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് മാഗ്നിറ്റ്യൂഡും ഡിസ്റ്റൻസ് സെയിം ആണ് ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് നമുക്ക് ഈക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്, ഡിസ്റ്റൻസ് ആണെങ്കിലോ അത് സ്കെയിലറാണ്. അപ്പോൾ സ്കെയിലറിനെയും ഒരു വെക്ടറിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് മാഗ്നിറ്റ്യൂഡിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ. ഇത് 3 ഐ ക്യാപ്പ് + 4 ജെ ക്യാപ്പ്. ഇതാ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്ടർ മൈനസ് ഈ വെക്ടർ റൈറ്റ്. ബിക്കോസ് ഇനീഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷനിലേക്കുള്ള ആ ഒരു വെക്ടർ അല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ വെക്ടർ 3 ഐ ക്യാപ്പ് + 4 ജെ ക്യാപ്പ് -0 ഐ ക്യാപ്പ് + 0 ജെ ക്യാപ്പ് ബിക്കോസ് ദിസ് ഈസ് ഒറിജിൻ. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രാഫ് ഈസ് നോട്ട് പോസിബിൾ? ഡിസ്റ്റൻസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്. ഡിസ്റ്റൻസ് കുറയുന്ന ടൈം അനുസരിച്ച് ഒരിക്കലും കുറയില്ല, ഡിസ്റ്റൻസ് കൂടുകയുള്ളൂ. സോ ദിസ് നോട്ട് പോസിബിൾ. ഡിസ്റ്റൻസ് എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവോ? ഇല്ല. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആവാം. ഒരാൾ കുറേ നേരം സഞ്ചരിച്ച് പിന്നെ അയാൾ നിർത്താൻ തുടങ്ങി, എല്ലാം നിന്ന് കുറച്ചൊരു അടി ഇരുന്ന്, അപ്പോൾ അയാളുടെ ഡിസ്റ്റൻസ് പിന്നെ കോൺസ്റ്റൻ്റ് ആയിക്കൂടെ. പിന്നെ 4th വൺ ഡിസ്റ്റൻസ് വീണ്ടും കുറയൂല. 9th വൺ പറ്റും, ബിക്കോസ് പൊസിഷനാണ് പറയുന്നത്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കുറയാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റിനെ കൊണ്ട് എന്ത് കളിയോ ആവാം. ഇതല്ലേ ശരിയാ. അടുത്തത് ഈ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നോക്കി നോക്ക്, y ആക്സിസ് എവിടെ മുതൽ ഇവിടം വരെ y ആക്സിസ് ആണ് പൊസിഷന്. -4 മുതൽ അയാൾ എന്തായി 0 വരെ പോയി. അപ്പോൾ 4 മീറ്റർ, പിന്നെ +10, അപ്പോൾ 14 ഡിസ്റ്റൻസ് നിരട്ടി. ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിലും 14 തന്നെ ഉണ്ടാവുക. 14 ഏത് ഡയറക്ഷൻ? ഐ ക്യാപ്പ് ഡയറക്ഷൻ. കാരണം നോക്കി നോക്കി ഇതാണ് നമ്പർ ലൈൻ വിചാരിച്ചോ. ഇവിടെ -4, ഇവിടെയാണ് 10 ഉള്ളത് വിചാരിച്ചോ, ഇവിടെയാണ് 0. അപ്പോൾ ഒരാൾ ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെ സഞ്ചരിച്ച്, ബാക്കി ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെ സഞ്ചരിച്ച്. ഞാൻ പറയും ഇവിടുന്ന് റൈറ്റോട്ടേക്ക് ഇനീഷ്യൽ മൈനസ് ഫൈനൽ മൈനസ് എത്ര കിട്ടും? 4 ഐ ക്യാപ്പ് കിട്ടും. ഇവിടുന്നാണ് ഇങ്ങോട്ടേക്കാണെങ്കിലോ 10 ഐ ക്യാപ്പ് കിട്ടും. രണ്ടും ആഡ് ചെയ്യുക. സോ 14 ഐ ക്യാപ്പ് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. ഇനി ഈ ഒരു ഗ്രാഫ്
പോസിബിൾ ആണോ? ഒരിക്കലല്ല. പൊസിഷൻ വെക്ടർ ടൈം, പൊസിഷൻ എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. പറ്റുമോ? ഇല്ല. കാരണം വെച്ചാൽ ഈ ഒരു വര വരച്ച് നോക്കി. ഒരു പെർട്ടിക്കുലർ ടൈമിൽ 2-3 പൊസിഷൻ, വൈ ആക്സിസ് ആണ് പൊസിഷൻ, എക്സ് ആക്സിസ് ടൈം. സോ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പൊസിഷൻ, 2 പൊസിഷൻ, 3 പൊസിഷൻ, അങ്ങനെ ഒരു ടൈമിൽ ഒരു സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ ഒരു ടൈമിൽ ഒരു ബോഡിക്കൽ ഒബ്ജക്റ്റിന് 2-3 സ്ഥലത്ത് ഉണ്ടാകാൻ പറ്റുമോ? ഇതെന്താ ഒരു ടൈമിൽ തന്നെ അവിടെയും കണ്ട് ഇവിടെയും കണ്ടു എന്നാൻ്റെ ഇന്നസെൻറ്റ് പറയുന്ന പോലെ അത് പറ്റുമോ? ഇല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇമ്പോസിബിൾ. ഒരു ടൈമിൽ തന്നെ ഒരു ടൈമിൽ തന്നെ ഒരാൾ അങ്ങും ഇങ്ങും കാണാൻ പറ്റില്ല. സോ അത് കംപ്ലീറ്റ്ലി അബ്സേർഡാണ്. സോ ദിസ് ഇസ് നോട്ട് പോസിബിൾ. അടുത്ത ആവറേജ് വെലോസിറ്റി ആണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. എപ്പോഴും അറിയുന്നത് തന്നെയാണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഡിസ്റ്റൻസ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയാൻ പറ്റും. സോ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്തു, ഇവിടെയും ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി ആവറേജ് വെലോസിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് സ്പീഡ് എന്ന് പറയാൻ പറ്റും. ആവറേജ് സ്പീഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി എന്ന് പറയാൻ പറ്റും. മാഗ്നിറ്റ്യൂഡ് ഓക്കെ, അതും കഴിഞ്ഞു. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ഒരു ക്വസ്റ്റ്യൻ, ഒരാളത് ഇങ്ങനെ പോയി ശരി. അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് വരെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ നേരത്തെ കണ്ടെത്തിയ ക്വസ്റ്റ്യൻ. ആവറേജ് സ്പീഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം 14 ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം 5. ഓക്കെ, ആവറേജ് ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിലോ 6 ഡിവൈഡ് ബൈ 5, ബിക്കോസ് ഡിസ്പ്ലേസ്മെൻറ്റ് 6 ഐ ക്യാപ്പാണ്. ഇപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് പറ്റിയ സംസാരിക്കുന്നുള്ളൂ, ആവറേജ് വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റിയേ സംസാരിക്കുന്നുള്ളൂ. അടുത്തത് ഒരാളെ വ്യക്തി ഇങ്ങനെ പോയി. ആവറേജ് സ്പീഡ് എന്തെന്നാ? ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 7 ഡിവൈഡ് ബൈ 5, ബിക്കോസ് 4+3 ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ഇനി ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡ് ബൈ 5, ദാറ്റ് ഈസ് 1. ഓക്കെ, ഇനി മാഗ്നിറ്റ്യൂഡ് വെച്ച് കഴിഞ്ഞാൽ 1 എന്ന് പറയാൻ പറ്റും. വെക്റ്റർ ഫോമിൽ ആവറേജ് വെലോസിറ്റി ചോദിക്കണമെങ്കിൽ അതെന്ത് ചെയ്യണം? 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ്. ഇതാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഇതാണ് വെക്റ്റർ ഫോമിൽ ആവറേജ് വെലോസിറ്റി ഉണ്ടാവുക. ഓക്കെ, ഇനി ഒരു വ്യക്തി പി എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ പോയി, ഈ ഒരു ട്രാവൽ പോയി 3 സെക്കൻഡ്. ക്യൂ എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ പോയി. ഇനി ഡിസ്റ്റൻസ് പി സംബന്ധിച്ചിട്ട് എത്രയാണ് ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? പിക്ക് സംബന്ധിച്ചിട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും? ഇതിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പകുതിയല്ല, അപ്പോൾ πr എന്ന് പറയാൻ പറ്റും. πr ഡിസ്റ്റൻസ് ഉണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിലോ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്റ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം 2 പോയിൻറ്റ്സ്, റൈറ്റ്? സോ നമുക്ക് പറയാൻ പറ്റും 2r എന്ന് പറയാൻ പറ്റും. ഇനിയോ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഈസ് 2r ഡിവൈഡഡ് ബൈ എത്ര സെക്കൻഡാണ്? 2 ആണ്. സോ 6, സോറി ഇത് പീനെ പറ്റിയല്ലായിരുന്നു. സോ 2r/3 ആട്ടോ വരാൻ. ഓക്കെ, ആവറേജ് സ്പീഡ് ആണെങ്കിലോ πr/ പീനെ പറ്റി വേണം 3. ബാക്കി ക്യൂവിൻ്റെ സിമിലർലിയും ചെയ്തു നോക്കുക, വളരെ സിമ്പിൾ. ഇനിയാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെയും ഉദ്ദേശം. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവൽ, അല്ലെങ്കിൽ ടൈം വളരെ ചെറുതാകുമ്പോൾ, അല്ലെങ്കിൽ ഒരൊറ്റ ഇൻസ്റ്റൻറ്റിലുള്ള ആ ഒരു സ്പീഡ്. അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആണെങ്കിൽ ഒരൊറ്റ ഇൻസ്റ്റൻറ്റിലുള്ള ഒരു വെലോസിറ്റി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഇൻസ്റ്റൻറ്റിലാണ്. അപ്പോൾ നമുക്ക് പറ്റും ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നതിന് തിരക്കേടുണ്ടോ? ഒരിക്കലുമില്ല, കറക്റ്റാണ്. അങ്ങനെ ആകുമ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിൻ്റെയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടെത്തുന്ന മെത്തേഡ്, അതാണ് ആക്ച്വൽ ഡിഫറൻസിയേഷൻ. പക്ഷെ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കി ഒരു വ്യക്തി എന്താ 12 എന്ന് പറഞ്ഞ സമയത്ത് എന്താണ് t ഈസ് ഈക്വൽ ടു 2 അയാൾ എക്സ് എവിടെയാണുള്ളത്? 12 ഉള്ളതെന്ന് വിചാരിച്ചോ. ശരി, ഞാൻ പറയാം t ഈസ് ഈക്വൽ ടു 2.000. അയാളുടെ ഫംഗ്ഷൻ, അയാളുടെ എക്സ് ടി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. t ഈസ് ഈക്വൽ ടു 2.0001 സെക്കൻഡിൽ അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് എത്രയാണ്? അപ്പോൾ ഇവിടെ നിന്ന് കൊടുക്കുക, ഇവിടെ കൊടുക്കാൻ ടിയിൽ 2.001 സാർ ഇതാ കൊടുത്ത പോലെ കൊടുക്കാൻ, എന്നിട്ട് ആ എക്സ് ഫൈനൽ കണ്ടെത്താൻ. ഓക്കെ, ആ എക്സ് ഫൈനൽ എത്രയാണ്? ഓക്കെ, അപ്പോൾ നമ്മളെന്താ പരിപാടി എന്തെങ്കിലും വെലോസിറ്റി കണ്ടെത്താൻ അല്ലേ? സോ എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ, ഇത് -12, ബിക്കോസ് എക്സ് ഇനീഷ്യൽ 12 ആണ്. അത് കിട്ടുമല്ലോ, ഒരു വാല്യൂ കിട്ടും. അത് ഡിവൈഡഡ് ബൈ, ആ ഒരു വാല്യൂ എന്താ അറിയില്ല കേട്ടോ, സർക്കാർ എന്തോ വിളിക്കുകയാണ്, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ വാല്യൂ. ഇത് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവൽ എന്തായിരുന്നു? ഇനീഷ്യൽ ഫസ്റ്റത്തെ ടൈം, ഫൈനൽ ടൈം എന്ന് പറഞ്ഞാൽ 2.001 മൈനസ് 2 ഇനീഷ്യൽ ടൈം 0.001 -001. അപ്പോൾ ഇത് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 12 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ ഇതാണ് ആക്ച്വൽ നമ്മൾ ആ ഒരു ടൈം ഇൻ്റർവെൽ. ഇപ്പോൾ വലിയ ടൈമിലാണ് നമ്മൾ ആവറേജ് വെലോസിറ്റിൻ്റെ കൺസെപ്റ്റാണ് ഉപയോഗിക്കുക. ഒരു ചെറിയ ടൈമിൽ അറ്റ് ഇൻസ്റ്റൻറ്റ്, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് വെച്ച് ആ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 പൊസിഷനിലുള്ള ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. പക്ഷേ അതെങ്ങനെ കണ്ടെത്താൻ? അത് നമ്മൾ പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്. അപ്പോൾ ടൈം വളരെ ചെറുതാക്കണം, റൈറ്റ്? ടൈം അത്രക്കും ചെറുതാക്കണം. ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് കിട്ടാൻ വേണ്ടി, ആ ചെറിയ ടൈം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം വളരെ ചെറുതാക്കും. അപ്പോൾ ടൈം വളരെ ചെറുതാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് വളരെ ചെറുതായിരിക്കും. 2 ഡിവൈഡ് ചെയ്യുമ്പോഴാണ്
ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കിട്ടുക. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഈസിലി മാത്തമാറ്റിക്കൽ വിളിക്കുന്നതാണ് ഡിഫറൻസിയേഷൻ. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനി dx/dt ചെയ്താൽ മതി. ബിക്കോസ് ടൈം വളരെ ചെറുത്, dt ടെൻസ് ടു 0, എന്നാൽ dxും ടെൻസ് ടു ചെറിയ നമ്പർ തന്നെ ആയിരിക്കും. ആവറേജ് ആയിട്ടുള്ള എന്ത് സാധനത്തിന് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടാണ് ആവറേജ് വെലോസിറ്റി, ആവറേജ് ആക്സലേഷൻ, ആവറേജ് കറണ്ട്, ആവറേജ് കദ്ദു സാർ വെറുതെ പറഞ്ഞാൽ